നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിറ്റൂരിലെ അപരനെ കാണാനില്ല. റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ അപരൻ പി മുരുകദാസ് ഫലപ്രഖ്യാപനത്തിന് മുൻപേ മുങ്ങി എന്നാണ് വിവരം. അദ്ദേഹം ചിറ്റൂർ വാണിയാർ സ്ട്രീറ്റ് സ്വദേശിയാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പി മുരുകദാസിന് വീണ്ടും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി വി മുരുകദാസ് തോറ്റത് 6510 വോട്ടിനാണ്. അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ള സ്വതന്ത്രൻ പി മുരുകദാസ് പിടിച്ചതാകട്ടെ 6984 വോട്ടാണ്. വിജയിച്ച കോൺഗ്രസിലെ സുമേഷ് അച്യുതൻ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് അപരൻ നേടി. LDF പ്രവർത്തകരിൽ ഇത് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിൽ മൂന്നാമതായിരുന്നു വി മുരുകദാസിന്റെ സ്ഥാനം. തൊട്ടു താഴെ നാലാമതായി അപരൻ പി മുരുകദാസിന്റെ പേര്. LDF സ്ഥാനാർത്ഥിയുടെ മോതിരം അടയാളത്തോട് സാമ്യമുള്ള നെക്ലസ് ചിഹ്നം അപരന് കിട്ടി. ഇതെല്ലാം കൂടി വിനയായി. എന്തായാലും അപരനെ കാണാനില്ല. അദ്ദേഹത്തിന്റെ വീടിന് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ധർമ്മടത്തേക്ക് പോവുകയാണെങ്കിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദിന്റെ വീടിനും കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്പെഷ്യൽ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഷീദിന്റെ വീടിനും കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീടിനും മറ്റ് ഒരു വീടിനും ഇത്തരത്തിൽ ഒരു വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എസ്കോർട്ട് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള യാത്രകളിലും SI ഉൾപ്പെടെയുള്ള പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പൊതുവാച്ചേരിയിലെ വീടിനും സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചത് അബ്ദുൾ റഷീദിന്റെ ഒരു മുന്നേറ്റമായിരുന്നു. അതായത് പിണറായി വിജയനെയാണ് അദ്ദേഹം വിറപ്പിച്ച് നിർത്തിയത്. എന്തായാലും അദ്ദേഹത്തിനും സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബേപ്പൂരിലേക്ക് പോകാം. ബേപ്പൂരിൽ റിയാസ് വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. ബേപ്പൂരിന്റെ ഇടതു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്. ശക്തമായ മത്സരം നടന്ന മണ്ഡലത്തിൽ UDF കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് 7487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് റിയാസ് വിജയക്കൊടി പാറിച്ചത്. ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞെങ്കിലും മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസമുണ്ട് ഇടതുമുന്നണിക്ക്. UDF സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനത്തെയും റിയാസിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെയും മറികടക്കാൻ അൻവറിന് സാധിച്ചില്ല. മാത്രമല്ല ഭരണവിരുദ്ധ വോട്ടുകൾ PV അൻവർ വലിയ തോതിൽ ഏകീകരിച്ചുവെങ്കിലും മണ്ഡലത്തിലെ വ്യക്തിപരമായ സ്വാധീനവും കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളും ഒക്കെ റിയാസിന് വലിയ ഒരു തുണയായി അനുകൂല ഘടകമായി മാറുകയായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി മണ്ഡലത്തിൽ റിയാസിന്റെ ജനകീയതയ്ക്കുള്ള പിൻബലം അതുകൂടി ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാണ്. അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ അദ്ദേഹം പാർട്ടി തിരുത്തണം എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം എന്ന ശുഭപ്രതീക്ഷയോടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. 2 ഫേസ്ബുക്ക് പോസ്റ്റുകളും നമുക്ക് നോക്കാം വിശദമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകനും IHRE ഡയറക്ടറുമായ VA അരുൺകുമാർ പാർട്ടിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവുമെല്ലാം വ്യക്തിപരമായി എന്നെ എവിടെയൊക്കെയോ സ്പർശിക്കുകയാണ് എന്നായിരുന്നു അരുൺകുമാറിന്റെ കുറിപ്പ്. ആദർശങ്ങളിൽ നിന്നുള്ള നേരിയ വ്യതിചലനം പോലും ജനങ്ങൾ എത്രത്തോളം ഗൗരവമായി കാണുമെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പ്രസ്ഥാനങ്ങൾ അവയുടെ വേരുകളിലേക്ക്, അതായത് സാധാരണക്കാരന്റെ നീതിക്കും പരിസ്ഥിതിക്കും അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ആ പഴയ കരുത്തിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജനഹിതം എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവുമെല്ലാം വ്യക്തിപരമായി തന്നെ സ്പർശിക്കുകയാണ്. അച്ഛന്റെ സാന്നിധ്യമില്ലാത്ത ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ഓരോ രാഷ്ട്രീയ ചലനങ്ങളെയും ജനപക്ഷത്ത് നിന്ന് വിശകലനം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഇന്ന് എനിക്കും ഈ നാടിനും ഒരുപോലെ നഷ്ടമാണ്. അച്ഛൻ എന്നും വിശ്വസിച്ചിരുന്നത് ജനങ്ങളുടെ പൾസ് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നാണ്. അദ്ദേഹം ആൾക്കൂട്ടങ്ങളിൽ ആവേശം കണ്ടെത്തിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദർശങ്ങളിൽ നിന്നുള്ള നേരിയ വ്യതിചലനം പോലും ജനങ്ങൾ എത്രത്തോളം ഗൗരവമായി കാണുമെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പ്രസ്ഥാനങ്ങൾ അവയുടെ വേരുകളിലേക്ക്, അതായത് സാധാരണക്കാരന്റെ നീതി, പരിസ്ഥിതി, അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം നൽകണം. അങ്ങനെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തേക്ക്, ആ പഴയ കരുത്തിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനഹിതം എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കും എന്നാണ് അരുൺകുമാർ കുറിച്ചത്. മാത്രമല്ല ബിനീഷ് കോടിയേരി, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഒരു കോടിയേരി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മാത്രമല്ല ഈ പരാജയത്തിന് പിന്നാലെ ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം.
ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക്. ഈ വീഴ്ച ഒരു കരുത്തുറ്റ തിരിച്ചുവരവിനുള്ള അവസരമായി നമ്മൾക്ക് ഉപയോഗിക്കാം സഹാക്കളെ. 1937 ഒരു രാത്രി കോഴിക്കോട്ടെ കല്ലായിലെ ഒരു പച്ചക്കറി കടയുടെ മുകളിലെ ഇരുളടഞ്ഞ മുറിയിൽ വെറും 4 പേർ സഖാക്കൾ കൃഷ്ണപിള്ള, EMS, K ദാമോദരൻ, NC ശേഖർ ചേർന്ന ഒരു സ്വപ്നം കണ്ടു. പുറത്തിറങ്ങിയാൽ വെടിയുണ്ടയോ തൂക്കുമരമോ കാത്തിരിക്കുന്ന കാലം. ഒളിവിലും ജയിലിലും പീഡന മുറികളിലും തളരാതെ അവർ ആ സ്വപ്നത്തെ ഒരു നാടാകെ പടർത്തി. 20 വർഷങ്ങൾക്കിപ്പുറം ആ ചെങ്കൊടി വിപ്ലവം കേരളത്തിന്റെ ഭരണസിംഹാസനത്തിലെത്തിയത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയായിരുന്നു. ഓർമ്മയുണ്ടോ ആ കഠിനപാതകൾ? 1957 മുതൽ 1987 വരെയുള്ള 30 വർഷങ്ങളിൽ വെറും 6 വർഷം മാത്രമാണ് ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കിട്ടിയത്. 5-1 കാലം. എന്നിട്ടും ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മണ്ണിലെ ജന്മിത്തം അവർ വേരോടെ പിഴുതെറിഞ്ഞു. പാവപ്പെട്ടവന്റെ മക്കൾക്ക് അക്ഷര വെളിച്ചവും രോഗാവസ്ഥയിൽ ആശ്വാസവും നൽകി. പൊതുവിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും അടിത്തറ പാകി. അധ്വാനിക്കുന്നവന്റെ നട്ടല് നിവർത്തി നിർത്തി ആത്മാഭിമാനം എന്ന വാക്കിന് അവർ അർത്ഥം നൽകി. പലവട്ടം പാതിവഴിയിൽ കാലിടറി വീഴ്ത്തപ്പെട്ടിട്ടും പരാജയങ്ങളിൽ തളർന്ന് ആ കൊടി ആരും മടക്കി വെച്ചില്ല. കാരണം അവർക്ക് തിരഞ്ഞെടുപ്പ് വിജയം മാത്രമായിരുന്നില്ല ലക്ഷ്യം, മനുഷ്യരുടെ ജീവിതമായിരുന്നു. അതിജീവനത്തിന്റെ ആ 24 വർഷങ്ങൾ. കഴിഞ്ഞ 38 വർഷങ്ങളിൽ 24 വർഷവും ഈ നാടിനെ നയിച്ചത് അതേ ചെങ്കൊടി പ്രസ്ഥാനമാണ്. അതിൽ സമാനതകളില്ലാത്ത ഒരു പതിറ്റാണ്ടാണ് ഇന്നലെ അവസാനിച്ചത്. വിമോചന സമരങ്ങൾ കൊണ്ടും കുതിൽക്കാൽ വെട്ടലുകൾ കൊണ്ടും ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്ന 10 വർഷങ്ങൾ ഈ കാലത്താണ്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടമുണ്ടായത്. ശിശുമരണ നിരക്കിൽ നമ്മൾ ലോകത്തിന് മാതൃകയായത്. നമ്മുടെ സർക്കാർ സ്കൂളുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ പോലും അമ്പരപ്പിച്ചത്. ദേശീയപാത വികസനവും കെട്ടുകഥയില്ലാത്ത പെൻഷനും യാഥാർത്ഥ്യമായത്. പ്രളയവും മഹാമാരിയും വന്നപ്പോഴും ഒരു കുഞ്ഞു പോലും അനാഥമാകാതെ നാടൊന്നാകെ കൈകോർത്ത് നിന്നത്. ഇതൊരു അന്ത്യമല്ല, ഒരു പുതിയ തുടക്കം മാത്രം. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കാം. എതിരാളികളുടെ മഹാസഖ്യം താൽക്കാലികമായി വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ബാലറ്റ് പെട്ടിയിലെ കണക്കുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പ്രസ്ഥാനം. അധികാരമില്ലാത്തപ്പോൾ നിശബ്ദരാകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഈ കൊടി മാഞ്ഞു പോയേനെ. മുന്നിൽ വരുന്നത് കഠിനകാലമാണ്. ആ പ്രതിസന്ധികളെ നാം നേരിടും. നമ്മെ താൽക്കാലികമായി കൈവിട്ടവർ ചെങ്കൊടിയെ വെറുത്തവരല്ല. അവർ ഇന്നും ഈ പാർട്ടിയെ ശ്വസിക്കുന്നവരാണ്. അവരിലേക്ക് തിരിച്ചു ചെല്ലാം. തിരുത്തേണ്ടവ തിരുത്താം, പഠിക്കേണ്ടവ പഠിക്കാം. ജനങ്ങളാണ് നമ്മുടെ കരുത്ത്. അവരിലേക്ക് കൂടുതൽ കരുത്തോടെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പാർട്ടി നേതൃത്വം ചർച്ചകൾ നടത്തി വിശകലനം ചെയ്ത് മുന്നോട്ട് പോകും. കൂടുതൽ കരുത്തോടെ നമുക്ക് പ്രവർത്തിക്കാനായി. പിറവിയിലെ മരണമടയേണ്ട പാർട്ടിയായിരുന്നു നമ്മൾ. പക്ഷേ നമ്മൾ ജനങ്ങളിൽ ചേർന്ന് നിന്നു. അമർന്ന് കത്തുന്നതും തീയാണ്, ആളി കത്തുന്നതും തീയാണ്. അമർന്ന് കത്തേണ്ടതെന്നും ആളി കത്തേണ്ടതെന്നും മനസ്സിലാക്കുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം വീണുപോയിട്ടില്ല. കൂടുതൽ കരുത്തോടെ പൊരുതാൻ ഒന്ന് ആഞ്ഞു ചവിട്ടി നിൽക്കുകയാണ്. നാം അതിജീവിക്കും, പൊരുതാം, കൂടുതൽ കരുത്തുള്ള കേഡർമാരായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കോളയാട് പഞ്ചായത്തിലെ ഈരായി കൊല്ലിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഫ്ലെക്സ് ബോർഡ്. പിണറായി വിജയന്റെ MV ഗോവിന്ദന്റെ ചിത്രത്തിന് മേലെ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുകയും പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. M സ്വരാജിന്റെ P ജയരാജന്റെ ചിത്രം വെച്ച് ഇനി നയിക്കാൻ ഇവരുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങളുമുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. ചെങ്കോട്ടമുക്ക് ഈരായി കൊല്ലി എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്.